നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുത്തിയിരിപ്പ് സമരം. ദുരിതബാധിതരുടെ ചികിത്സയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ന്യൂറോളജിസ്റ്റുകളെ നിയമിക്കണമെന്നാണ് പ്രധാന ആവശ്യം. സുപ്രീംകോടതി ഉത്തരവിട്ട നഷ്ടപരിഹാരം മുഴുവൻ ദുരിതബാധിതർക്കും നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പക്ഷെ ഞങ്ങളെ ആവശ്യം തന്നെ മെച്ചപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ ചികിത്സ തന്നെയാണ്. ന്യൂറോളജി ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു മേഖലയാണ് കാസർഗോഡ് ജില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഇനിയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റില്ല. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ വിധി അനുസരിച്ച് വന്നൊരു കാര്യത്തെ എൻഡോസൾഫാൻ അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയൊക്കെ ഞങ്ങൾ ബാധിക്കുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് 1.5 വർഷത്തിന് ശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സമരം തുടങ്ങിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും എൻഡോസൾഫാൻ ബാധിതരുടെ ചികിത്സയ്ക്ക് ന്യൂറോളജിസ്റ്റുകളെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഭരണത്തിന്റെ ഭാഗമാണ് ഉദ്യോഗസ്ഥരും നിയമവും എല്ലാം. നിയമം മാറ്റിവെച്ചുപോലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുപോലും ഇവരുടെ ദുഃഖം പരിഹരിക്കാൻ നമുക്ക് കടമയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ആദ്യത്തെ നിയമം. മുഴുവൻ ദുരിതബാധിതർക്കും 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി. എന്നാൽ പകുതിയോളം പേർക്ക് മാത്രമേ നഷ്ടപരിഹാരം ലഭ്യമായിട്ടുള്ളൂ. നഷ്ടപരിഹാരത്തിനുള്ള പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന കാസർഗോഡ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കളക്ടർ എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ്. ഒരു സർക്കാരെ ഒരു ജില്ലയിലേക്ക് അയക്കുന്ന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ്. അയാളുടെ വാക്കും നോക്കും പ്രവൃത്തിയും എല്ലാം സർക്കാരിന്റെ വാക്കും നോക്കും പ്രവൃത്തിയുമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള എൻഡോസൾഫാൻ ഇരകളൊന്നും ഈ ലിസ്റ്റ് ശരിയല്ല എന്നതാണ്. ആ ലിസ്റ്റ് പുനഃപരിശോധിക്കണം, രണ്ടാമത് നടത്തണമെന്നാണ്. അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ്. എൻഡോസൾഫാൻ കമ്പനികൾക്ക് അനുകൂലമായ സമീപനവുമായി ജില്ലാ കളക്ടർ മുന്നോട്ടു പോകുന്നു. അതിനാധാരമായ രീതിയിലുള്ള തെറ്റായൊരു റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ തുടങ്ങിയവർ ദുരിതബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിച്ചുവെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ദ്രുത പ്രതികരണ സംഘങ്ങളെ നിയോഗിച്ചു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഇവർ കാട്ടിലേക്ക് തുരത്തും. ജനജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശം തടയുന്നതിനായി വനാതിർത്തികളിൽ സൗരോർജ്ജവേലി, ആനപ്രതിരോധ മതിലുകൾ, കിടങ്ങുകൾ, ക്രാഷ് ഗാർഡ്, റോപ്പ് ഫെൻസിംഗ്, റെയിൽ ഫെൻസിംഗ് എന്നിവ നിർമ്മിക്കുകയും കാലാകാലങ്ങളിൽ ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂറായി അറിയിക്കുന്നതിനായി ഏർലി വാർണിംഗ് സിസ്റ്റം വനത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തുരത്തുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ 13 സ്ഥിരം താൽക്കാലിക റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൊച്ചിയിൽ ഓട നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് മേൽക്കൂര പതിച്ച് നിർമ്മാണ തൊഴിലാളി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശിയായ ശിവാജി നായിക്കാണ് മരിച്ചത്. ബംഗാരസ്വാമി നായിക്, ധൻപാൽ നായിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. കലൂർ ഷെണൈസ് ക്രോസ് റോഡിലായിരുന്നു അപകടം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള കൊച്ചി കോർപ്പറേഷന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായുള്ള കാന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ മുകളിലേക്ക് കൂറ്റൻ മേൽക്കൂര പതിക്കുകയായിരുന്നു. എതിർവശത്തുള്ള മതിലിനും കോൺക്രീറ്റ് സ്ലാബിനുമിടയിൽ 2 തൊഴിലാളികൾ കുടുങ്ങി. കോൺക്രീറ്റ് പാളി മുറിച്ചു നീക്കി ഇവരെ രക്ഷപ്പെടുത്തി.
പുറത്തു കാണാനാവാത്ത വിധം കോൺക്രീറ്റ് പാളികൾക്കിടയിൽ അകപ്പെട്ട മൂന്നാമത്തെ ആളെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. അല്ല, ഈ ഒരു അപകടത്തിന് പ്രധാനമായ കാരണം അശാസ്ത്രീയമായിട്ട് പണി നിർവഹിച്ചാണ് പ്രധാനമായിട്ടും കാരണമായത്. സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവർ ചെയ്ത് കാണത്തില്ല എന്ന് വിചാരിക്കുന്നു, അല്ലെ അവർ ചെയ്തത് പര്യാപ്തമായില്ല എന്ന് കരുതുന്നു. താഴെയുള്ള ഭാഗം പൊളിച്ചു നീക്കിയതോടെ ദുർബലാവസ്ഥയിലായിരുന്നു മേൽക്കൂര. 4 താൽക്കാലിക തൂണുകൾ കൊണ്ട് താങ്ങി നിർത്തിയായിരുന്നു നിർമ്മാണം നടത്തിയിരുന്നത്. ഭാരം താങ്ങാതെ തൂണുകൾ ഒടിഞ്ഞതോടെയാണ് കോൺക്രീറ്റ് സ്ലാബ് നിലം പൊത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നമുക്ക് കാഴ്ചയിൽ നിന്ന് വ്യക്തമാവുന്ന ഇതാണ്. ബാക്കി എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം മുത്താനയിൽ പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കല്ലമ്പലം സ്വദേശി സുരേഷ് ബാബു, മുത്താന സ്വദേശി കുമാർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. അയൽപക്കത്തുള്ള ബന്ധുവീട്ടിൽ കുളിക്കാനായി പോകവെയായിരുന്നു സംഭവം. വീട്ടിൽ ആളില്ലാതിരുന്നത് മനസ്സിലാക്കിയായിരുന്നു ആക്രമണം. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊല്ലം ശാസ്താംകോട്ടയിൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോരുവഴി സ്വദേശിയായ അജികുമാറാണ് മരിച്ചത്. എന്നാൽ ചികിത്സയിലും ശസ്ത്രക്രിയയിലും വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. കൊല്ലം പോരുവഴി സ്വദേശി അജികുമാറാണ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മരിച്ചത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആൻജിയോഗ്രാം ചെയ്യാനായി കഴിഞ്ഞ മാസം 25-നാണ് അജികുമാർ ആശുപത്രിയിലെത്തിയത്. ഭാര്യയ്ക്കൊപ്പം സ്വയം വാഹനമോടിച്ചാണ് അജികുമാർ എത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ 4 ശസ്ത്രക്രിയകൾ നടത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശസ്ത്രക്രിയയെ തുടർന്നുള്ള രക്തസ്രാവമാണ് ഞായറാഴ്ച പുലർച്ചെ അജികുമാറിന്റെ മരണത്തിന് കാരണമായതെന്നും കുടുംബം പരാതിയിൽ പറയുന്നു. 4 മേജർ ഓപ്പറേഷൻ ചെയ്തു. 4 മേജർ ഓപ്പറേഷൻ ചെയ്തതും വിത്തൗട്ട് കൺസെന്റിലാണ് ചെയ്തേക്കുന്നത്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ബ്രദറിന്റെ ലൈഫാണ് സേവ് ചെയ്യേണ്ടത്. അന്നേരം ഡോക്ടർ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന പിഴവാണെന്ന്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. എന്നാൽ ശസ്ത്രക്രിയ നടത്താൻ രേഖാമൂലമുള്ള അനുമതി അജികുമാറിന്റെ ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയിരുന്നുവെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞു. ചികിത്സയിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നാണ് വിശദീകരണം. ബന്ധുക്കളുടെ പരാതിയിൽ ശാസ്താംകോട്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 ശാസ്താംകോട്ട. തിരുവനന്തപുരം മുതലപ്പുഴി പെരുമാതുറ ടൂറിസം കേന്ദ്രത്തെ സർക്കാർ അവഗണിക്കുന്നതായി പരാതി. വികസന പദ്ധതികൾക്കായി ലക്ഷങ്ങളുടെ പ്രഖ്യാപനമുണ്ടായെങ്കിലും സർക്കാർ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ഒരു വശത്ത് കടൽ, മറുവശത്ത് 5 തെങ്ങ് കായൽ. കാഴ്ചയുടെ വിസ്മയം തീർക്കുകയാണ് പെരുമാതുറ. ചുരുങ്ങിയ കാലം കൊണ്ട് ആഭ്യന്തര സഞ്ചാരികളുടെ മാത്രമല്ല വിദേശികളുടെയും ഇഷ്ടകേന്ദ്രമായി പെരുമാതുറ മുതലപ്പുഴി മാറി. മുതലപ്പുഴയിലേക്ക് സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പ്രധാന പ്രശ്നമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു പ്രകൃതിരമണീയമായ ഒരു സ്ഥലം തന്നെയാണ് പെരുമാതുറ. പക്ഷേ ഈ ടൂറിസ്റ്റുകൾക്ക് യാതൊരുവിധ സേഫ്റ്റിയും ഈ പ്രദേശത്ത് നിന്നും കിട്ടുന്നില്ല. 5 വർഷത്തിനിടെ നിരവധി പേരാണ് ഇവിടെ തിരയിൽപ്പെട്ട് മരിച്ചത്. ഈ വർഷവും 2 പേർ മരിച്ചു. കൂടുതൽ സുരക്ഷയൊരുക്കാൻ ലൈഫ് ഗാർഡുകളെ നിയമിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ വരുന്ന സഞ്ചാരികൾ കടലിൽ കളിക്കാനും മറ്റ് ഇതിനൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈഫ് ഗാർഡുകൾ സൗകര്യം ഇവിടെ ഇല്ല. ഇപ്പോൾ അത് കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ നോക്കി വരുന്നത്. അപ്പോൾ ഇതിനെതിരെ തന്നെ അധികൃതർ ഒരുപാട് അവഗണനയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെരുമാതുറയിലെത്തുന്ന സഞ്ചാരികൾ ഏറെ നേരം ചെലവഴിക്കുന്നത് പാലത്തിലാണ്. എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും കത്തുന്നില്ല. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഹാർബറും മുതലപ്പുഴയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ലൈറ്റ് കത്താതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സന്ധ്യയൊക്കെ ആകുമ്പോഴും നല്ല തിരക്കാണ്. നല്ല തിരക്കും കുട്ടികളും കുടുംബപരമായിട്ട് എല്ലാവരും വന്ന് എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് ആവശ്യമായ പാർക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. അടിസ്ഥാന വികസനത്തിന് സർക്കാർ 3 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും അത് കടലാസിൽ ഒതുങ്ങി. ഈ പൈസ കൈമാറിയിട്ടുള്ള ഏത് വകുപ്പിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ആർക്കാണെന്നത് പോലും ഇപ്പോൾ അവ്യക്തമാണ്. വാർഫ് നിർമ്മാണത്തിനോടൊപ്പം ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും നടപ്പായില്ല. ഒടുവിൽ കഴിഞ്ഞ വർഷം പെരുമാതുറ ബീച്ച് വികസന പദ്ധതി ഉദ്ഘാടനം നടത്തി 1 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ന്യൂസ് 18 പെരുമാതുറ.
മുതലപ്പുഴയിൽ ഇതുവരെ 18 മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ. മുതലപ്പുഴി, വിഴിഞ്ഞം, കാസർഗോഡ് ഹാർബറുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷാപ്രവർത്തന പരിശീലനം നൽകുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചോറ്റാനിക്കര, പറവൂർ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. 15 വരെ നീളുന്ന ആഘോഷത്തിൽ 10 മണി മുതൽ 12 വരെയും രാവിലെ 8 മുതലും സംഗീതോത്സവം നടക്കും. വൈകിട്ട് 6 മുതൽ നവരാത്രി നൃത്തോത്സവവും ഉണ്ടാകും. ദുർഗാഷ്ടമി ദിനമായ 13 രാവിലെ 8 മുതൽ സംഗീതോത്സവം നടക്കും. പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും നവരാത്രി ഉത്സവങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്ന് നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കും. ലാഭത്തിലോടിയ സർവീസുകൾ പെട്ടെന്ന് നിർത്തലാക്കിയെന്നുള്ള യാത്രക്കാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. വിഷയത്തിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സാധാരണക്കാർ ദീർഘദൂര യാത്രയ്ക്ക് KSRTCയാണ് ആശ്രയിക്കുന്നത്. കോവിഡിന് ശേഷം പല ഡിപ്പോകളിലും ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചെങ്കിലും പത്തനംതിട്ടയിൽ ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കിയിരുന്നു. ഇവയിൽ പലതും ലാഭത്തിലോടിയിരുന്ന സർവീസുകളാണ് എന്നതാണ് പ്രത്യേകത. പത്തനംതിട്ട തിരുനെല്ലി സർവീസായിരുന്നു കളക്ഷന്റെ കാര്യത്തിൽ മുന്നിൽ. എന്നാൽ പിന്നീട് ഇത് പത്തനംതിട്ട മാനന്തവാടി സർവീസാക്കി മാറ്റിയതോടെ സർവീസും പൂർണ്ണമായി നിർത്തലാക്കി. 5 അന്തർ സംസ്ഥാന സർവീസുകൾ പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 4 മാസമായി ഈ സർവീസുകളും നിലച്ചു. പരാതികൾ വ്യാപകമായതോടെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നമുക്ക് ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ടും ഈ ദീർഘദൂര സർവീസുകൾ കളക്ഷൻ ഉള്ളത് നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും. കാരണം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇവിടെ വന്ന് ഈ വിഷയങ്ങൾ ഞാൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ തന്നെ വരികയും അതിൽ ഇടപെടുകയും ചെയ്യും. കളക്ഷനുള്ള ഒറ്റ സർവീസ് പോലും നിർത്തത്തില്ല. നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് പുറമെ ജില്ലയിലെ മറ്റു ഡിപ്പോകളായ പന്തളം, മല്ലപ്പള്ളി, തിരുവല്ല, അടൂർ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറം എടപ്പാൾ മേൽപ്പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ടൗണിലെ ഗതാഗതക്കുരുക്കിനുമാണ് ഇതോടെ വിരാമമാകുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 4 റോഡുകൾ സംഗമിക്കുന്ന ഇവിടം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയായിരുന്നു. നിലവിൽ ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. വൈദ്യുതി കാലുകൾ കൂടി മാറ്റി സ്ഥാപിക്കുന്നതോടെ വലിയ വാഹനങ്ങൾക്കും റോഡിലൂടെ സഞ്ചരിക്കാം. മേൽപ്പാല നിർമ്മാണം KT ജലീൽ MLA വിലയിരുത്തി. ഒക്ടോബർ അവസാനത്തോടെ പാലം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സഫലീകൃതമാകുന്നത്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ഏറ്റവും അവസാനം പൊളിച്ചു നീക്കേണ്ട കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ വരെ പൊളിച്ചു നീക്കി കഴിഞ്ഞു. ഇനി ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. പാലത്തിന് താഴെയായി ശൗചാലയം നിർമ്മിക്കും. പാലത്തോട് ചേർന്നുള്ള ജംഗ്ഷൻ സൗന്ദര്യവൽക്കരിക്കും. കേരള പരസ്യകലാസമിതിയുടെ നേതൃത്വത്തിൽ തൂണുകൾ പൈതൃക ചിത്രങ്ങളാൽ നിറയും. 13 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നീണ്ട നാളത്തെ ആവശ്യമാണ് നടപ്പാകുന്നത്. ന്യൂസ് 18 എടപ്പാൾ. കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി. തർക്കത്തെ തുടർന്ന് ഒരു ബസിന്റെ താക്കോൽ മറ്റൊരു ബസ്സിലെ കണ്ടക്ടർ ഊരിമാറ്റി. താക്കോലില്ലാത്തതിനാൽ ബസ്സിന് പുറപ്പെടാനായില്ല. ഇതോടെ ഗതാഗതക്കുരുക്കുണ്ടാവുകയും പോലീസ് സഹായത്തോടെ ബസ് തള്ളിമാറ്റുകയും ചെയ്തു. കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ ഗുണമേന്മയില്ലാത്ത പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നതായി ആക്ഷേപം. സൂപ്പർമാർക്കറ്റുകളിൽ പോലും സ്മാർട്ട് കാർഡുകൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുകളും അത്തരത്തിലുള്ള സ്മാർട്ട് കാർഡുകളാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. 5 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസുകൾ 6 മാസം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോകുന്നെന്നാണ് പരാതി. വിദേശ രാജ്യങ്ങളിൽ മൈക്രോ ചിപ്പുകൾ ഉള്ളടക്കം ചെയ്ത ലൈസൻസുകൾ നൽകുമ്പോൾ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഗുണനിലവാരം കുറഞ്ഞ പേപ്പർ കാർഡുകൾ നൽകുന്നുവെന്നാണ് ആക്ഷേപം. കാർഡുകൾ ലാമിനേറ്റ് ചെയ്ത് നൽകുന്നുണ്ടെങ്കിലും ഇവ എളുപ്പം ഇളകിപ്പോകുന്നുമുണ്ട്. മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ കോളേജ് അധ്യാപകൻ അഖിലിന് കഴിഞ്ഞ ദിവസം ലഭിച്ച ലൈസൻസ് തൊട്ടടുത്ത ദിവസം തന്നെ ലാമിനേഷൻ പൊളിഞ്ഞ് തകരാറിലായി.
80 രൂപയോ 100 രൂപയോ മാത്രം ഈടാക്കി ആധാറും പാനുമൊക്കെ ഗുണമേന്മയുള്ള സ്മാർട്ട് കാർഡുകളാക്കി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകുമ്പോൾ 200 രൂപ ഈടാക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ ഗുണനിലവാരമില്ലാത്ത പേപ്പറുകളിലാണ് പ്രിന്റ് ചെയ്തു കൊടുക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നിരുത്തരവാദപരമായ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. സൂപ്പർമാർക്കറ്റുകളിൽ പോലും സ്മാർട്ട് കാർഡുകൾ ഉപയോഗിച്ച് വരുന്ന കാലത്ത് ദീർഘകാലം ഉപയോഗിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസുകളും അത്തരത്തിലേക്ക് മാറ്റി നൽകാൻ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര ബോയ്സ് ഗ്രൗണ്ട് കാട് കയറി നശിക്കുന്നതായി പരാതി. 1.5 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ട്രാക്കും കെട്ടിടവുമാണ് നശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം നടത്തി കൊട്ടാരക്കര ബോയ്സ് സ്കൂളിന് സമർപ്പിച്ച സിന്തറ്റിക് ഗ്രൗണ്ടിന്റെ അവസ്ഥയാണിത്. കാടുമൂടിയും മഴവെള്ളം കെട്ടിനിന്നും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ഗ്രൗണ്ട്. നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റുന്നതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നല്ല ഒരു നിലപാടെടുത്തില്ല എങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. ജനങ്ങൾക്ക് വളരെയധികം വിമർശമുണ്ട്. നിരവധി കായിക താരങ്ങളും പരിശീലകരും പ്രഭാത സവാരിക്കാരും ദിനംപ്രതി ഇവിടെ എത്തുന്നുണ്ടെങ്കിലും കാടുമൂടിയ കളിസ്ഥലവും ഉപയോഗശൂന്യമായ ശുചിമുറിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉദ്ഘാടനമൊക്കെ നടന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു. കാരണം ഇത്രയും ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ കളിക്കുന്നത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ വന്ന് അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. അവിടെ മൊത്തം വെള്ളം വീഴും. അതിനകത്ത് ഇരുന്നാലും മഴ നനഞ്ഞിട്ട് പോകാനേ ഒക്കത്തുള്ളൂ എങ്ങനെ നോക്കിയാലും. കൊട്ടാരക്കരയുടെ മുൻ MLA P. ഐഷാപുറ്റിയായിരുന്നു ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഒരു ജനപ്രതിനിധിയും ഗ്രൗണ്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഒരുപാട് പരാതികൾ ഇവിടെ നടക്കാൻ വരുന്നവരും കുട്ടികളും ഒക്കെ ഒരുപാട് പരാതികൾ നഗരസഭയിൽ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രാലയം അനുവദിച്ച 1 കോടി രൂപയ്ക്കാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. അടിയന്തരമായി കാടുകൾ വൃത്തിയാക്കി സ്റ്റേഡിയം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. സൈക്കിളിൽ കശ്മീർ യാത്രയുമായി 3-അംഗ സംഘം. തൃശൂർ എടത്തുരുത്തി സ്വദേശികളായ അനസ്, അഭയ്, കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ജസീൽ എന്നിവരാണ് സൈക്കിളിൽ ഇന്ത്യ ചുറ്റാനിറങ്ങിയത്. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്ധന വില വർധനവിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഈ യാത്ര. തൃശൂർ എടത്തുരുത്തി സ്വദേശികളായ അനസും അഭയും ഈ മാസം 1-ാം തീയതിയാണ് സൈക്കിൾ യാത്ര തുടങ്ങിയത്. ലക്ഷ്യം കശ്മീറാണ്. സൈക്കിളിൽ കശ്മീർ വരെയുള്ള യാത്രയ്ക്ക് വീട്ടുകാർ എതിർത്തിരുന്നെങ്കിലും പിന്നീടാണ് സമ്മതം മൂളിയത്. പ്രവാസിയായ കുഞ്ഞിക്കമ്മുവാണ് അനസിനുള്ള സൈക്കിൾ സ്പോൺസർ ചെയ്തത്. യാത്ര 4 ദിവസം പിന്നിട്ട് കോഴിക്കോട് ജില്ലയിലെത്തിയപ്പോൾ കൊടുവള്ളി കളരാന്തിരി സ്വദേശി ജസീലും ഒപ്പം കൂടി. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ നേരിട്ടറിയുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയുമാണ് യാത്രയുടെ ലക്ഷ്യം. 24 മണിക്കൂർ വർക്കിംഗ് ഉള്ള പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ. പിന്നെ ചെറിയ രീതിക്ക് ഞങ്ങൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. ഹോട്ടലിൽ നിന്ന് സേഫായിട്ടുള്ള ഭക്ഷണങ്ങൾ സേഫായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഫ്രീ കൊറോണ ഇന്ത്യ എന്ന സന്ദേശത്തോടൊപ്പം ഇന്ധന വില വർധനവിനെതിരായ പോരാട്ടം കൂടിയാണ് സൈക്കിൾ യാത്ര. 5000 കിലോമീറ്റർ സഞ്ചരിച്ച് കശ്മീരിലെത്താൻ 3 മാസത്തോളം സമയമെടുക്കും. യാത്രയ്ക്കുള്ള ചെലവിനെ കുറിച്ചൊന്നും ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ലക്ഷ്യം മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. ചിരട്ട കൊണ്ട് കലാരൂപങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് കാസർഗോഡ് ചേറ്റുകല്ലിലെ +1 വിദ്യാർത്ഥി. ഇതിനകം അഭിരാം നിരവധി മനോഹര രൂപങ്ങളാണ് നിർമ്മിച്ചത്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന ചിരട്ടകൾ അഭിരാമിന്റെ കൈകളിലെത്തിയാൽ മനോഹര ശില്പങ്ങളായി മാറും. സൈക്കിൾ, കാളവണ്ടി, സ്കൂട്ടർ എന്നിവയുടെ ചെറുമാതൃകകളും സാനിറ്റൈസർ ബോട്ടിൽ, കീ ചെയിൻ, കപ്പ്, ക്ലിപ്പ്, മാല, മോതിരം എന്നിവയും അഭിരാം നിർമ്മിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലമാണ് കലാസൃഷ്ടികൾക്കായി അഭിരാം നീക്കിവെച്ചത്. 2-3 മാസങ്ങളുള്ളിലാണ് ഞാൻ ഈ വസ്തുക്കളെല്ലാം ആക്കിയത്. ഒരു 29 വസ്തുക്കളുണ്ട് ഞാൻ ആക്കിയത്. ഇങ്ങനെ ചിരട്ട പാഴ്വസ്തു എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓർമ്മ വന്നത്. ഇപ്പോൾ ആക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഫ്ലസ് ക്യുക്ക് ആണ് ഒട്ടിക്കുന്നത്. ഫ്ലസ് ക്യുക്ക് പിന്നെ പെയിൻറ്റ് പോളിഷാണ് നൽകുന്നത്. പ്രൈമറി പോളിഷാണ് നൽകുന്നത് ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി. കോടോത്ത് GHS സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അഭിരാം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശാസ്ത്രമേളയിൽ ചിരട്ടയിൽ രൂപങ്ങൾ നിർമ്മിച്ച് ഉപജില്ലാതലത്തിൽ A ഗ്രേഡ് നേടിയിരുന്നു. ചിരട്ടകളിലെ രൂപങ്ങൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ജോലിക്കിടയിലെ ഇടവേളകളിൽ ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ് കണ്ണൂർ മലപ്പട്ടത്തെ നിർമ്മാണ തൊഴിലാളിയായ ബിജു. ചിരട്ടകൾ കൊണ്ട് തീർക്കുന്ന കരകൗശല വസ്തുക്കൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഈ റിപ്പോർട്ടോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
റെഡിമെയ്ഡ് ഉപകരണങ്ങളുടെ വരവോടെ പാരമ്പര്യമായി കൊണ്ടുനടന്നിരുന്ന ആലയിൽ തീ പുകയാതെയായി. അങ്ങനെയാണ് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് ബിജു തിരിഞ്ഞത്. വല്ലപ്പോഴും കിട്ടുന്ന ജോലി കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ബിജു ഏറെ പ്രയാസപ്പെട്ടു. അങ്ങനെയാണ് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. മൊത്തം ചിരട്ടയാണ്. പിന്നെ ഇത് ഒട്ടിക്കുന്നത് സൂപ്പർ ഗ്ലൂ ആയിട്ട് ഒട്ടിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഈ മുറിക്കുന്നതിൻ്റെ ആ പൊടി എടുത്തിട്ട് തന്നെയാണ് ഇതിനെ വെച്ചിട്ട് ഒട്ടിക്കുന്നത്. കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനായി അടുത്ത ശ്രമം. മുറിച്ചെടുത്തും ചീകിയും ഒന്നിനുമേൽ മറ്റൊന്നൊട്ടിച്ചും ചിരട്ടകളിൽ ബിജു അത്ഭുതങ്ങൾ കാണിച്ചു. കൊറോണ വൈറസ് രൂപം ചിരട്ടയിലൊരുക്കിയായിരുന്നു തുടക്കം. ഫോണിലേക്കൂടെ കണ്ടു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾ നോക്കി ഒന്ന് ശ്രമിച്ചു നോക്കിയോ, അപ്പോൾ ഇങ്ങനെല്ലാം ആയി. കറങ്ങുന്ന ടയറുകളുള്ള സൈക്കിൾ, പഴയ മോഡൽ സ്കൂട്ടർ, ഗജവീരനും ആമയും, റാന്തൽ വിളക്കുകൾ, അങ്ങനെ ഒരുപാടുണ്ട് ബിജുവിന്റെ ശേഖരത്തിൽ. സോഷ്യൽ മീഡിയ വഴി ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് കരകൗശല വസ്തുക്കൾ വിൽക്കുന്നത്. ആവശ്യപ്പെടുന്നവർക്ക് കൊറിയർ വഴിയും സാധനങ്ങൾ എത്തിച്ചു നൽകും. സിമന്റിൽ തീർത്ത ചെറു വെള്ളച്ചാട്ടവും തോണിയും, ടയറിൽ തീർത്ത ആമ്പൽക്കുളങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചെടിച്ചട്ടികൾ, വീട്ടുമുറ്റത്ത് മനോഹരമായി ഒരുക്കിയ പൂന്തോട്ടം, ഇങ്ങനെ നീളുന്നു ബിജുവിന്റെ കരകൗശല ശേഖരം. ന്യൂസ് 18 ശ്രീകണ്ഠാപുരം.